എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ശ്രീദേവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മിഥുനും അലോകും ഒക്കെ ചേർന്നിട്ട് ഒരു വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ്. അവസാനം രാജശ്രീ പറഞ്ഞു, പ്ലാനൊക്കെ തയ്യാറാക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടില്ല, നമ്മൾ ആരും കുറ്റക്കാരായിട്ട് വരാനും പാടില്ലെന്ന് പറയാം. അതൊന്നും ഓർത്തിട്ട് ആന്റി വിഷമിക്കണ്ട, അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. കാരണം അവര് ചെറിയ രീതിയിലൊന്നുമല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൽദി ചടങ്ങിനിടയ്ക്ക് ആ മഞ്ഞൾ വെള്ളത്തിനകത്ത് കെമിക്കൽ ഒഴിക്കണം. അപ്പൊ ആ ചടങ്ങിനിടയ്ക്ക് തന്നെ ശ്രീദേവി തീരണം, അതാണ് മനസ്സിലെ പ്ലാന്. പക്ഷെ അലോകിന് നല്ല ഭയം ഉണ്ടായിരുന്നു. അലോക് പറഞ്ഞു, അത് പിന്നെ ബ്രോ, നമ്മളെങ്ങാനും പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുക. എങ്ങനെ പിടിക്കപ്പെടാനായിട്ട്? ഈ കുറ്റം നമുക്ക് ആരിന്റെ ആകാശിന്റെ തലയെ കെട്ടിവെക്കാം. അവരാ പിന്നെ കുഴപ്പമില്ല, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോളും, നമുക്കൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. രാജശ്രീ പറഞ്ഞു, ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേങ്കില് നടക്കുന്ന കാര്യമല്ലതാണോ മോനെ? എങ്ങാനും പണി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അകത്താവെന്ന് പറയാം. ആന്റിക്ക് എന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് മിഥുൻ ചോദിക്കുക. വിശ്വാസക്കുറവൊന്നുമില്ല, ഞാൻ പറഞ്ഞത് മാത്രമുള്ളെന്ന് പറയാം. എന്നാ ശരി, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് മിഥുൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം അലോകിനോട് രാജശ്രീ പറഞ്ഞു, എടാ മോനെ, എല്ലാം ഒന്ന് നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. അവസാനം നമ്മൾ അകത്താകരുതെന്ന് പറയണം. എന്റെ അമ്മയ്ക്ക് മിഥുനെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക. വിശ്വാസം ഉണ്ട്, പക്ഷെ അതല്ലല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മളാന്ന് അറിയുകയും ചെയ്യും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിലോ ഈ കല്യാണം എങ്ങനെയും മുടക്കണമെന്ന് മാത്രം എനിക്കുള്ളെന്ന് പറയാം. അലോക് പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. അവൻ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഐഡിയ എന്ന് വെച്ചാൽ അവൾ നടപ്പാക്കട്ടെ എന്ന് പറയണം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശ്രീദേവി അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് പോണ സമയത്ത് അവിടേക്ക് ആനന്ദം വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും തന്നെ രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അത് പ്രാർത്ഥിക്കാനായിട്ടൊന്നും അല്ല വരുന്നത്, രണ്ടുപേർക്കും പരസ്പരം കാണാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് രണ്ടുപേരും കൂടെ വരുന്നത്. അങ്ങനെ പതിവ് പോലെ തന്നെ അവർ പോയി തൊഴുത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു വന്ന് അവരവിടെ ഇരുന്ന് സംസാരിക്കണം. സംസാരിക്കുന്ന സമയത്ത് ആ മീനാക്ഷിയെ കുറിച്ചുള്ള സംസാരം വരുവാണ്. ആനന്ദ് പറഞ്ഞു, അവിടുത്തെ മൂത്തയാള് മീനാക്ഷി അടുത്തെയാണ് മൂത്ത മരുമോള്. അപ്പം ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നാലും അവിടുത്തെ മൂത്ത മരുമോൾ എന്ന സ്ഥാനം എപ്പോഴും മീനാക്ഷി അടുത്തേക്ക് തന്നെയായിരിക്കുന്നത്. അപ്പൊ ശ്രീദേവി ചോദിച്ചു, അപ്പൊ എനിക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലേന്ന് ചോദിക്കാം. സ്ഥാനം ഉണ്ടല്ലോ, കാരണം ഞാനാണ് മൂത്ത ആളാണെങ്കിലും പക്ഷെ ആദ്യമായിട്ട് വന്ന ശ്രീദേവി അല്ലേ. പിന്നെ അമ്മയ്ക്ക് എല്ലാവരോടും ഒരേപോലെ ഇഷ്ടമായിരിക്കും, അമ്മയ്ക്ക് അങ്ങനെ വേർതിരിവൊന്നും കാണത്തില്ല. ഇപ്പോഴാണെങ്കിലും ശരി, മിത്രനെ ആണെങ്കിലും ശ്രീദേവിനെ ആണെങ്കിലും മീനാക്ഷിനെ ആണെങ്കിലും ഒരേ തട്ടിൽ തന്നെ അമ്മ കാണത്തുള്ളൂ, അല്ലാതെ അമ്മ ഒരിക്കലും വേർതിരിച്ച് കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എനിക്ക് മൂത്ത മരുമോളെന്ന് അങ്ങനെ സ്ഥാനമൊന്നും വേണ്ട ആനന്ദേട്ടാ, നല്ല രീതിയിൽ അവിടെ ഒന്നും ജീവിക്കണം, അത് മാത്രം എന്റെ മനസ്സിൽ ആഗ്രഹമുള്ളെന്ന് പറയാം. പിന്നീട് ആനന്ദ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ശ്രീദേവിയുടെ ഈ സ്വഭാവമാണ് എന്നെ ശ്രീദേവിയിലേക്ക് അടുപ്പിച്ച്. അതിനേക്കാൾ ഉപരി ശ്രീദേവിയുടെ സംസാരം, പെരുമാറ്റം, എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും നല്ല അച്ചടക്കവും ഇതൊക്കെ ഉള്ളൊരു പെൺകുട്ടിയെ കിട്ടാനായിട്ട് ഇന്നത്തെ കാലത്ത് തപസ് ചെയ്യണമെന്ന് പറയണം. അത് കേട്ടതും ശ്രീദേവിക്ക് ആ പടി ടെൻഷൻ ഉണ്ടായി. തന്നെ ആനന്ദേട്ടൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എന്നിട്ടാണല്ലോ താന് ആ രീതിയിൽ ആനന്ദേട്ടനോട് പെരുമാറുന്നേ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞാല് തന്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് തിരിച്ചറിയാനും പറ്റും ആനന്ദേട്ടന്. അതുകൊണ്ട് മാക്സിമം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീദേവി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ ചതി ചെയ്തിട്ടാണ് താൻ ആളുടെ ഒപ്പം നിൽക്കുന്നത്. എങ്ങാനും തന്റെ ചതി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയില്ലായിരുന്നു. അതിനുശേഷം മീനാക്ഷി പറഞ്ഞു, എന്നാ ശരിയാണ് ചേട്ടാ, അല്ല കല്യാണക്കാര്യങ്ങളൊക്കെ എവിടം വരെ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, 3 ദിവസത്തെ ചടങ്ങല്ലേ. ശ്രീദേവിയുടെ ആഗ്രഹം പോലെ തന്നെ ഹൽദി പിന്നെ മെഹന്തി കല്യാണം, അങ്ങനെ 3 ദിവസത്തെ ആഘോഷം ഗംഭീരമായിട്ടാ കൊണ്ടാടുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അല്ല കല്യാണത്തിന് വേണ്ടിയിട്ട് പകുതി പൈസ ഉണ്ടെന്ന് ചോദിക്കാം ഞങ്ങള്. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അതെ പകുതി പൈസ അങ്ങനെയാണെന്ന് പറഞ്ഞേ, അതിനെക്കുറിച്ച് അച്ഛനോട് പിന്നെ ഞാൻ കൂടുതലും ചോദിച്ചിട്ടില്ലെന്ന് പറയണം. ആ സമയം ശ്രീദേവിക്ക് പറയണമെന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് സ്വർണം തരാനാ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം അതിപ്പോ പറയണോ വേണ്ടെന്ന് ആലോചിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, 25 പവൻ സ്വർണം കൂടുതൽ കൊടുക്കാന്ന്. പക്ഷെ സ്വർണ്ണമല്ല മുക്കുകൊണ്ടുവാന്നുള്ള കാര്യം ഈ പറയുന്ന ശ്രീദേവിക്ക് ശ്രീകലയ്ക്കും ഉദയഭാനുയൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അവരുടെ വിചാരം കൊടുക്കണ സമയത്ത് ആ സ്വർണ്ണമായിരിക്കുന്നില്ലേ. ഉദയഭാനു ആണെങ്കിൽ നമ്പർ ഇറക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം പണമായിട്ട് തരത്തില്ല, സ്വർണമായിട്ട് തരും. എപ്പോഴാണെങ്കിലും എന്റെ മോൾക്കുള്ളതേ മോൾക്ക് കൊടുക്കും, ആ ഒരു രീതിയിൽ പറയാനായിട്ടാണ് ഇരിക്കുന്നത് തന്നെ. പക്ഷെ ശ്രീദേവി അത് പറയാൻ വന്നിട്ട് പിന്നെ ശ്രീദേവി അതിനെക്കുറിച്ച് മിണ്ടിയില്ല.
ഒരു പക്ഷെ ആനന്ദേട്ടനോട് ഇപ്പൊ പറയണ്ട, അച്ഛനും അമ്മയും ആരെങ്കിലും അത് പറഞ്ഞോട്ടെ, താൻ പറഞ്ഞ അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് അതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി പോവാണ്. ഈ സമയം മീനാക്ഷി മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആകാശം അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ആകാശം ചോദിച്ചു, എന്താ ആകാശം, എന്തോ ഒരു ചിന്തയും ആലോചനയ്ക്കാണല്ലോ എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല. എന്താ മീനു എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല എന്ന് പറയണ. പിന്നീട് എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, എല്ലാരും ഓരോരുത്തർക്ക് ഇനി ചോദിക്കാൻ തുടങ്ങി. ഓഫീസ് ചെല്ലുമ്പോഴാണെങ്കിലും കുട്ടികളായാലേ ഓ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലേന്ന് ചോദിക്കാം. അതല്ല. അത് കേട്ടതും പെട്ടെന്ന് ആകാശ് പറഞ്ഞു, ഇത്രയും നാളെ ഞാൻ ആനന്ദേന്റെ കല്യാണം കഴിച്ചെന്ന് ഓർത്തിരിക്കുവായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ലോ, ആനന്ദേന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ലോ എന്ന് പറയാം. അതെന്താ, ആനന്ദേന്റെ കല്യാണോ നമുക്ക് കുഞ്ഞുണ്ടാകും തമ്മില്? ഒന്നുമില്ല. ബാലൻ സത്യം ചെയ്യിച്ച കാര്യം ഇവളോട് പറയണമെന്ന് ആലോചിച്ചു. വേണ്ട, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്ത് ധരിക്കും എന്ന് കരുതിയിട്ട് ആകാശ് പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണമെന്ന്. ഒരുപക്ഷെ ഒരു കുഞ്ഞുണ്ടാവണം എന്ത് രസമായിരിക്കും അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, എല്ലാം പിന്നെ ഭഗവാൻ തരുന്നല്ലേന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണം. ഈ സമയം ആകാശ് ആലോചിച്ചു, ഒരു പക്ഷേങ്കില് ഇനി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവൾക്കറിയാവോ, അതുകൊണ്ടാണ് അവിടെ ഈ സമയത്ത് പറയുന്നത് ഇത്രയും കാലം ആനന്ദന്റെ കല്യാണം കഴിയട്ടെ എന്നോർത്ത് താൻ ഇരുന്ന. പക്ഷെ ഇപ്പോഴവൾ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ അവൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിട്ടാണോ അവള് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നാളെ തന്നോട് സംസാരിക്കുന്നത്, ഇപ്പൊ പറയണേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്കും വരുന്നുണ്ട്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ആര്യം നല്ല ക്ഷീണമുണ്ട്. ആര്യം ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് മിത്ര അവിടെ കിടക്കുക. മിത്രയ്ക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ മിത്ര ഓർത്തു, ആര്യന്റെ കാലിലെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരിക്കുവോ, ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് മിത്ര എന്ത് ചെയ്യാണ്, ആന്റെ അടുത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പൊ ആന്റ് പതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കണം മുറിവ് ഉണങ്ങിയോ നോക്കാനായിട്ട്. അപ്പൊ ആന്റ് പതുക്കെ പൊക്കുക. പെട്ടെന്ന് ആര്യം ഞെട്ടി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര താഴേക്കും വീണു. മിത്ര ചോദിച്ചു, എന്താ കാര്യം ചോദിക്കുക, അല്ല നീ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുക. അത് പിന്നെ ഞാൻ ആ മുറിവ് ഉണങ്ങിയോന്ന്. ഏത് മുറിവ്? അല്ല കഴിഞ്ഞ ദിവസം കാലെ പറ്റിയ മുറിവ്. അതിപ്പോഴാണ് നോക്കുന്ന ചോദിക്കാം. മനുഷ്യൻ നല്ല ഉറക്കത്തിന് സമയത്ത്, പിന്നെ അല്ലാതെ എനിക്ക് നോക്കാൻ സമയം കിട്ടുമ്പോ അല്ല നോക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അവളുടെ ഒരു മുറിവ് വന്നിരിക്കുന്നു, എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം, ഒരു പണിയില്ലാതെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, അതെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ കഷ്ടമുണ്ട് കേട്ടോ, ഒന്നുമല്ലേ ഞാൻ ഭാര്യയല്ലേ, ആ മുറിവുള്ളതുകൊണ്ട് അത് കരിഞ്ഞോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കും ഒരാകാംക്ഷ കാണത്തില്ലേ, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക. നീ കൂടുതലൊന്നും നോക്കാൻ വരണ്ട, പറഞ്ഞു കേട്ടല്ലോ, മര്യാദ കിടന്ന് ഉറങ്ങാൻ പറയാ. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് ശരി, അപ്പൊ എന്നോട് ഇപ്പോഴും ഇഷ്ടമില്ലല്ലേ എന്ന് ചോദിക്കണം. ഇപ്പൊ ആര്യം പറഞ്ഞു, ഇഷ്ടമാണ് നിന്നോട് ആരാ പറഞ്ഞു, ഞാൻ പറഞ്ഞോന്ന് ചോദിക്കും. അതല്ല, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പത്തിന് ഓടി വരുന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലേ, ഓ അപ്പൊ ആ വിചാരമൊക്കെ ഉണ്ട്, താലി കെട്ടിയതിന്റെ വിചാരമൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ആയിക്കോട്ടെ, ഈ താലിയുടെ ബലം ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും എനിക്കൊരു എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നത്, അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല അല്ലേന്ന് ചോദിക്കണം. ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊരു വഴക്ക് വേണ്ട, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയണേ. പക്ഷെ മിത്രയ്ക്കറിയാം ആരിന് തന്നെ അത്രമാത്രം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് തന്നെ കൂട്ടിപ്പിടിച്ചിങ്ങനെ കൊണ്ടുനടക്കണേന്നൊക്കെ. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന കല്യാണ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോ കല്യാണ മേളമാണ് ദേവമംഗലത്ത്. ഇനി എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് അധികം വൈകാതെ തന്നെ ഉദയഭാനൊരു ചതിയും കാര്യങ്ങളൊക്കെ ബാലൻ തിരിച്ചറിയാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു. നന്ദി.